സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഭരണ നേട്ടങ്ങളും പ്രതിപക്ഷമാണെങ്കിൽ ഭരണപക്ഷത്തിന്റെ പോരായ്മകളുമാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും ഇക്കാലത്ത് ഉപയോഗിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ വഴികളാണ്. അത് വർഗീയ ധ്രുവീകരണ വിഷയങ്ങളാണെന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ പറയാൻ കാരണം മോദി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് തവണ ഉപയോഗിച്ചു വന്ന വാക്കുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വികസന നായകന്റെ വേഷം കെട്ടിയായിരുന്നു നരേന്ദ്രമോദിയുടെ വരവ്. വികസന പ്രഖ്യാപനങ്ങൾ അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ പ്രസംഗങ്ങളിൽ ഊന്നൽ നൽകുന്നത് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വ നിലപാടുകളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സൈന്യത്തെ ഉപയോഗപ്പെടുത്തലുമാണ്. അതേസമയം ഈ സർക്കാരിന്റെ കാലത്തെടുത്ത ഏറ്റവും മഹത്തായ തീരുമാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോട്ട് നിരോധനത്തെക്കുറിച്ചോ GSTയെക്കുറിച്ചോ അത് നടപ്പിലാക്കിയ രീതിയെക്കുറിച്ചോ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഒന്നും തന്നെ പരാമർശിക്കപ്പെടുന്നില്ല. രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രചരണം നടത്തുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പ്രചരണ വിഷയമാക്കുന്നില്ല? എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി പ്രത്യക്ഷത്തിൽ മതപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഹിന്ദുക്കളെ ഉപയോഗിച്ച് മതന്യൂനപക്ഷമുള്ള സ്ഥലത്തേക്ക് രാഹുൽ ഒളിച്ചോടിയെന്നായിരുന്നു മോദിയുടെ പരാമർശം. പിന്നീട് പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇതിന് സമാനമായ പരാമർശങ്ങൾ ആവർത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ തന്നെ നടത്തിയ മറ്റൊരു യോഗത്തിൽ പ്രധാനമന്ത്രി യുവാക്കളോട് ആദ്യത്തെ വോട്ട് സൈന്യത്തിന് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. സൈന്യത്തെ ഉദ്ധരിച്ച് വോട്ട് ചോദിക്കരുത് എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെയാണ് ഇതും സംഭവിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി വരെ പോയതാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്ന് ഉസ്മാനാബാദ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നിട്ടും അത് എവിടെയും എത്തിയില്ല. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വേദികളിൽ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പ്രധാനമന്ത്രി ഉന്നയിച്ചെങ്കിലും പാകിസ്ഥാനെ കുറിച്ചുള്ള പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന കുറവായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ആദ്യമായി ചൗക്കീദാർ പരാമർശം നടത്തുന്നത്. കാവൽക്കാരൻ കള്ളനാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ പരാമർശം. 2014 തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ താൻ രാജ്യത്തിൻ്റെ കാവൽക്കാരനാണെന്ന മോദിയുടെ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു രാഹുലിൻ്റെ ആ പരിഹാസം. എന്നാൽ പിന്നീട് അതിനെ ഒരു അലങ്കാരമാക്കി തന്നെ നരേന്ദ്രമോദി പേരിന് മുന്നിൽ ചേർക്കുകയും ചെയ്തു. മോദി മാത്രമല്ല മറ്റ് പല BJP നേതാക്കളും ചൗക്കീദാർ എന്ന പേരിന് മുന്നിൽ ചേർത്തു. യഥാർത്ഥത്തിൽ രാഹുൽ ഉന്നയിച്ച ഈ ചൗക്കീദാർ പരാമർശം ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മോദിക്ക് ഗുണകരമാവുകയായിരുന്നു. തൊഴിലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മോദി ഉപയോഗിക്കുന്നത് 2017 നിന്ന് 2019 ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം തന്നെ ഇതായിരുന്നു. അതുതന്നെയാണ് ഈ പരാമർശം ഇവിടെ എടുത്തു പറയാൻ കാരണവും. 2017 മുതൽ മോദി നടത്തിയ 553 പ്രസംഗങ്ങളെ പരിശോധിച്ചാൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പകരമായി രാഹുലിനെക്കുറിച്ചും കുടുംബ ബാധ്യതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങളായിരുന്നു കൂടുതലായും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി ആയാലും മോദി എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള പരാമർശങ്ങളായിരുന്നു കൂടുതൽ. പിന്നെ നോട്ട് നിരോധനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 50 ദിവസം മതിയെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് വാക്ക് നൽകിയത്. 50 അല്ല 500 ദിവസം കഴിഞ്ഞിട്ട് പോലും മോദിയിൽ നിന്ന് അതിനെക്കുറിച്ചൊരു മിണ്ടാട്ടവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പച്ചയ്ക്ക് കത്തിച്ചുകൊള്ളുമെന്നായിരുന്നു മോദി എന്ന് ഗോവയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് പൊതുചർച്ചയ്ക്ക് കൊണ്ടുവരാൻ BJP നേതാക്കൾ തയ്യാറായേ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പശുസംരക്ഷണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിലും വലിയ വർധനവാണ് സമീപകാലത്തുണ്ടായത്. പശുസംരക്ഷണത്തിന്റെ പേരിൽ ദളിത് മുസ്ലിം വിരുദ്ധ ആക്രമണകാലത്ത് മോദി ഇതേക്കുറിച്ച് കാര്യമായി പ്രസംഗിച്ചിട്ടേയില്ലായിരുന്നു. നോയിഡയിൽ മുഹമ്മദ് അഖ്ലാഖിന്റെ കൊലപാതകം നടന്നപ്പോഴും അതേക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വർദ്ധിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ല BJP അധ്യക്ഷൻ അമിത്ഷായും ഇത്തരത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ഉതകുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. വയനാട് പാകിസ്ഥാനിലാണെന്ന് തോന്നിപ്പിക്കുമെന്ന് പറഞ്ഞ ആ പ്രസംഗം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.